അമേരിക്കൻ പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ജോർദാൻ സമ്മതിച്ചു. പക്ഷേ പബ്ലിക്കിന് മുമ്പിൽ പറഞ്ഞേക്കുന്നത് 2000 കുട്ടികളെയാണ് ഏറ്റെടുക്കുന്നത്. പക്ഷേ പിന്നീടുള്ള ഡീറ്റെയിൽസ് പുറത്തു വരികയുണ്ടായി. അവർ 10 ലക്ഷം പേരെ ഗാസയിലുള്ള പാലസ്തീൻകാരെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഈ ജോർദാൻ കിങ്ങിൻ്റെ ഇവർക്ക് ഡിമാൻഡ് വളരെ രസകരമാണ്. അമേരിക്കയുടെ നിന്ന് കൂടുതൽ സഹായം വേണം ഇങ്ങനൊരു സംഭവം ചെയ്യുമ്പോൾ. വെപ്പൺസ് കൂടുതൽ വേണം. വേൾഡ് ബാങ്കിൻ്റെ IMFൻ്റെ ലോണ് അതിൻ്റെ പരിധി കൂട്ടണം. അമേരിക്ക ചെയ്യുന്ന മറ്റേ USAID അതിൻ്റെ സഹായം കൂട്ടണം. ഇതൊക്കെയുള്ള അവരുടെ ഡിമാൻഡ്. ഇവിടുത്തെ സുഡാപ്പികളും ഇടതുപക്ഷവും ഈ പറയുന്നതൊന്നുമല്ല ഈ യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇവിടുത്തെ ആൾക്കാർ അഡ്മിനിസ്ട്രേഷൻ പുറത്തൊരു കാര്യം പറയും, അകത്തുള്ള ഡീല് വ്യത്യാസമാണ്. ഇപ്പം ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആദ്യം പറഞ്ഞു അവർ 1 ലക്ഷം പേരെ എടുക്കത്തുള്ളൂ, പാലസ്തീൻകാരെ എടുക്കാമെന്ന് പറഞ്ഞു. അമേരിക്ക കടും പിടുത്തം പിടിച്ചു, 10 ലക്ഷം പേരെ എടുക്കും. അവസാനം പുതിയ വിവരങ്ങൾ, ഇതൊന്നും പബ്ലിഷ്ഡ് വിവരങ്ങളൊന്നുമല്ല, അവർ പറഞ്ഞു ഏകദേശം 4 ലക്ഷം പേരെ എടുക്കാം, ഈ 10 ലക്ഷം പേരെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവം എന്തുവാ, സിസിയുടെ അതായത് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അത് ആ രാജ്യത്തിന് മുകളിൽ അമേരിക്ക മിലിറ്ററി സഹായങ്ങൾ പിൻവലിക്കാൻ പോവുക, ആ കൊടുക്കുന്ന സംഭവം വിഡ്രോ ചെയ്യാൻ പോവുക. അപ്പോഴത്തേക്ക് അവർ പേടിയായി. അപ്പം അവരുടെ നെഗോസിയേഷനിൽ ഈ ആൾക്കാർ ഈ പറയുന്നതൊന്നുമല്ല സംഭവിക്കുന്നത്. ഈ ഈജിപ്ഷ്യൻ പ്രസിഡന്റിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടുതൽ അമേരിക്കൻ സഹായം വേണം, നമ്പർ 1. രണ്ടാമത് വേൾഡ് ബാങ്കിൻ്റെയും IMFൻ്റെയും കൂടുതൽ ലോങ് ടേം ലോണുകൾ വേണം, അമേരിക്കൻ എയ്ഡുകൾ വേണം, ഇസ്രായേലിന് കൂടുതൽ സെക്യൂരിറ്റി സഹായം വേണം. ഇതാണ് അവരുടെ റിയൽ കോർ ഇഷ്യൂ. ഇത് തന്നെയാണ് ടർക്കിഷ് പ്രസിഡന്റ് ഉറുദുഗാനും കളിച്ച ഗെയിം. അതായത് സ്വീഡനെ നാറ്റോയിൽ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കാരണം സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൻ്റെ മുമ്പിൽ ടർക്കിഷ് എംബസിയുടെ മുമ്പിൽ അവിടെ ഖുറാൻ കത്തിച്ചതുമായി ബന്ധപ്പെട്ട് എന്നിട്ട് നെഗോഷിയേറ്റ് ചെയ്തപ്പം എന്താണ് ടർക്കിയുടെ ഡിമാൻഡ്? ഇതൊന്നുമല്ല ഡിമാൻഡ്, സ്വീഡനുമായിട്ടുള്ള ഡിമാൻഡ് ഒന്നുമല്ല. അവരുടെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, അമേരിക്ക സസ്പെൻഡ് ചെയ്തിരിക്കുന്ന F-35ൻ്റെ ഫർദർ ഡെലിവറി വേണം. അമേരിക്ക സമ്മതിച്ചില്ല. അപ്പോൾ പറഞ്ഞു ഡെലിവറി അല്ല, ഞങ്ങൾക്ക് ഇപ്പം അത്യാവശ്യമായിട്ട് അതിൻ്റെ സ്പെയർ പാർട്സ് വേണം. പിന്നീട് അമേരിക്കൻ എക്യുപ്മെൻറ്റ്സ് അവിടുത്തെ പട്ടാളം ഉപയോഗിക്കുന്നുണ്ട്, അതിനു വേണ്ടിയുള്ള ടെക്നിക്കലി സഹകരണം വേണം. കാരണം അമേരിക്കൻ ബേസ് അവിടെ ഉണ്ട്. ഇതാണ് സംഭവം. അല്ലാതെ നിങ്ങൾ ഈ വായിക്കുന്നതും കേൾക്കുന്നതൊന്നുമല്ല സംഭവം. അകത്തൂടെ ഡീല് വേറെയാണ് നടക്കുന്നത്. ഈ ജോർദാൻ്റെ ഈജിപ്തിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഈ 2 രാജ്യങ്ങൾക്ക് USAIDും അതേപോലെ അമേരിക്കൻ പല സഹായങ്ങളും, അതായത് മിലിറ്ററി സഹായങ്ങളും, ഈ വേൾഡ് ബാങ്കിൻ്റെ IMFൻ്റെ ലോൺ ഇവർ നിർത്തുവാണെങ്കിൽ രാജ്യം കടക്കണിയിലായിപ്പോവും, പട്ടിണിയിലായിപ്പോവും. ഇപ്പം എന്ത് സൂയസ് കനാലിൻ്റെ അടുത്ത ഈ സൂയസ് കനാലിൽ ബന്ധപ്പെട്ട് ഈജിപ്തിൻ്റെ ഡിമാൻഡ് എന്താ അമേരിക്കയോട്? അതായത് അമേരിക്കൻ ബേസ് അവിടെ വരണം. കാരണം സൂയസ് കനാലിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അവരുടെ കയ്യിൽ പണമില്ല അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഇതാണ് വേറെ ഡിമാൻഡ് പറയുന്നത്. കാരണം ഏകദേശം ഒരു വർഷം 10 ബില്യൺ അടുപ്പിച്ചാണ് കിട്ടിക്കൊണ്ടിരുന്നത്, അത് ഇല്ലാതായി. കാരണം ഹൂത്തികൾ എടുക്കുക. ഇതാണ് ഇതിപ്പോൾ യഥാർത്ഥ ഇഷ്യൂ മനസ്സിലാക്കുക. ഈ രാജ്യങ്ങൾക്ക് ഈ പറയുന്ന സുഡാപ്പികളും മത തീവ്രവാദമൊന്നും അല്ല അവരുടെ താല്പര്യം. ആ രാജ്യത്തെ ജനങ്ങൾ, ആ രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? കാരണം ഈജിപ്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. ജോർദാൻ്റെ ഈ അമേരിക്കൻ സഹായവും വേൾഡ് ബാങ്കിൻ്റെ IMFൻ്റെയും അവരുടെ മിലിറ്ററിക്ക് അമേരിക്കൻ സഹായം ഇല്ലെങ്കിൽ ആ രാജ്യത്തിന് നിൽക്കാൻ സാധിക്കത്തില്ല. ഇപ്പം യഥാർത്ഥ കോർ ഇഷ്യൂ അതാണ്. അതുകൊണ്ടാണ് അമേരിക്ക സൂപ്പർ പവർ എന്ന് ലോകം മുഴുവനും പറയുന്നതിൻ്റെ കാര്യം. അവർ തീരുമാനിക്കാൻ നടപ്പിലാക്കും. കാരണം അവരുടെ കയ്യിലാണ് സമ്പത്തും വെപ്പൺസും മിലിറ്ററിയും ക്രാപ്പ് എല്ലാം അവരുടെ കയ്യിലേ ഉള്ളൂ. കാരണം അവരെ പേടിയേ പോലീസ് എന്ന് പറയുന്ന കാര്യം അത്. അപ്പം സിസി ഇപ്പം പുതിയ ഈജിപ്ത് ആ ഒരു തീരുമാനം വന്നു, മിലിറ്ററി എയ്ഡ് നിർത്താൻ പോവുക. പെട്ടെന്ന് അവർ 10 ലക്ഷം, പിന്നെ എന്താണ് 10 ലക്ഷം പേരെ അഡ്മിറ്റ് ചെയ്യും? ഇപ്പം എന്താണ് വെയിറ്റ് ചെയ്യുന്നത്? അതായത് ഇസ്രായേൽ ഗാസയിൽ ബാക്കിയുള്ളവർക്ക് കൂടെ ബോംബ് ചെയ്യുമ്പോൾ ഈ ഈജിപ്റ്റ് അവരുടെ വാതിൽ തുറന്നു കൊടുക്കണം ആൾക്കാരെ അങ്ങോട്ടങ്ങ് കയറ്റാൻ. ഇവർ ഇറങ്ങുമല്ലോ, ഇത് കയറി കഴിഞ്ഞിട്ട് വാതിൽ അടയ്ക്കണം. ഇതാണ് സംഭവം. ടെക്നിക്കലി ഇതാണ് സംഭവം. കാരണം ഇവരെല്ലാം കൂടെ ഒരുമിച്ച് അകത്തോട്ട് കയറ്റിയിട്ട് അതിൽ 10 ലക്ഷം പേരെ ഇങ്ങോട്ട് ഇട്ട് 10 ലക്ഷം അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന അങ്ങോട്ട് മാറ്റുക.
അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി നടക്കുന്നതെല്ലാം പുകമറയാണ്. ബേസിക്കലി ഈ രണ്ട് രാജ്യങ്ങളിലെ ബേസിക് നീഡുണ്ട്, അതിനെ സാറ്റിസ്ഫൈ ചെയ്യണം, കൂടുതൽ പണം ആവശ്യമാണ്. ഇത് മാത്രമേ ഈ രാജ്യങ്ങൾക്ക് താല്പര്യമുള്ളൂ. കാരണം അവർക്കറിയാം ഇവരവിടെ വന്നു കഴിഞ്ഞാൽ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന പരിപാടിയും ഈ രണ്ട് രാജ്യങ്ങളുടെ അടിയിലായിരിക്കും. ഇവിടെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സാമ്പത്തിക സഹായം അമേരിക്കയും ഇസ്രായേലും ചെയ്തു കൊടുക്കും. കാരണം ഇസ്രായേലുമായിട്ട് ഈജിപ്തിനും ജോർദാനും നല്ല ബന്ധമാണ്. കാരണം ഈ ഇഷ്യൂ മാറിപ്പോവുക എന്നുള്ളത് എല്ലാ രാജ്യത്തിനും ആവശ്യമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അറിഞ്ഞൊരു സംഭവമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിലെത്തിയ ശേഷം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആവശ്യപ്പെട്ടു ജോർദാനോടും ഈജിപ്ഷ്യൻ ഭരണാധികാരിയും പ്രധാനമന്ത്രി സംസാരിക്കാൻ, അതേപോലെ അറബ് ലീഗിലുള്ള നേതാക്കളോടും. അതിൻ്റെ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഏതായാലും ട്രംപാണ് വലിയ സംഭവം, അമേരിക്കയാണ്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നിലപാടെടുത്തു. കാരണം ഗാസ ഇല്ലാതാകണം, അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവിടെയുള്ള ആൾക്കാരെ മാറ്റണം. ഈ രണ്ട് രാജ്യങ്ങളോടും ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യൻ പ്രധാനമന്ത്രി റിക്വസ്റ്റ് ചെയ്തു ഇവരെ ഏറ്റെടുക്കണം, അവിടെ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കണം. അതേപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതേപോലെ അറബ് ലീഗ് ലീഡേഴ്സിനുമായിട്ട് സംസാരിക്കും. അതിനുശേഷം ഉണ്ടായ ഡെവലപ്മെൻറ്റ് കണ്ടോളും. അറബ് ലീഗ് ഒന്നടങ്കം, അവർ പുറത്ത് പറയുന്ന ഒന്ന്, അകത്ത് ചെയ്യുന്ന ഒന്ന്. അവരെന്താ പറഞ്ഞത്? ഹമാസിന് കൺട്രോൾ കൊടുക്കാൻ പാടില്ല ഗാസയിൽ. അതോടുകൂടി സംഭവം ക്ലീനായി. അതായത് ഗാസയിൽ പാലസ്തീൻകാരെ മാറ്റണം. ഇതാണ് ഈ അറബ് ലീഗ് പറയുന്നത്. ഹമാസിന് അവിടെ പവർ കൊടുക്കാൻ പാടില്ല, അവരവിടെ ഭരിക്കാൻ പാടില്ല, അവർക്ക് അവിടെ ഒരു പവറും കൊടുക്കാൻ പാടില്ല എന്ന് അറബ് ലീഗ് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. അതായത് ഹമാസ് എന്നല്ല, ഈ പാലസ്തീൻകാരെ അവിടെ വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ ഈ ചേഞ്ചസ് ഉണ്ടാകുമ്പോഴും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഇതിനകത്ത് അമേരിക്ക ഒരു കാര്യം തീരുമാനിച്ചു, ഇന്ത്യൻ പ്രധാനമന്ത്രിയും കൂടെ ഇടപിടിപ്പിച്ചു. കാരണം ഇന്ത്യക്ക് അതിൻ്റെ ഒരു റോളുണ്ട്. ഈ പറയുന്ന പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ അവിടുന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. കാരണം ആ രാജ്യത്തിൻ്റെ എക്കോണമി താങ്ങി നിർത്തുന്നത് ഇന്ത്യയാണ്. ഇന്ത്യക്കാരവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കി മാർക്കറ്റ് വേണ്ട, ഈ സാധനം പോകുമ്പോൾ അതേപോലെ പോകണ്ടായോ? ഇപ്പം ഇന്ത്യ ഇവരുടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മൂന്നാമത് ക്രൂഡ് മേടിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഹ്യൂജ് എമൗണ്ടല്ലേ ഇന്ത്യ കൊടുക്കുന്നത്. അപ്പം ഇന്ത്യക്ക് അതിനകത്ത് റോളുണ്ട്. ഈ രാജ്യങ്ങളോട് കയറി പറഞ്ഞു. അത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞത് പ്രകാരം ഇന്ത്യയുടെ നിലപാട് പറഞ്ഞു. കാരണം ഈ 2 സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ഗാസയെ ഉൾപ്പെടുത്തരുത്, ഗാസയിൽ സമാധാനം ഉണ്ടായേ മതിയാകത്തുള്ളൂ, ഈ റീജിയൻ്റെ അകത്ത് ഫർദർ എസ്കലേഷൻ നടക്കാൻ പാടില്ല, ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഗാസയിൽ ബോംബിങ്ങും മറ്റും അവസാനിപ്പിക്കാൻ, ഗാസയെ ഈ ആൾക്കാരെ 10 ലക്ഷം പേരെ എടുക്കുന്ന കാര്യത്തിൽ, ഹമാസിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന കാര്യത്തിൽ അറബ് ലീഗ് നേതാക്കളോട് ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിച്ചു എന്ന് ചില മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് എക്സാക്റ്റ് കാര്യം തന്നെയാണ്. സിസിയോട് സംസാരിച്ച്, ജോർദാൻ കിങ് അബ്ദുള്ളയോട് സംസാരിച്ച് ഇന്ത്യയുടെ നിലപാട് പറഞ്ഞു. കാരണം ഇന്ത്യക്കൊരു നിലപാടിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം അമേരിക്കയായിട്ടുള്ള ബന്ധം, പിന്നെ ഇന്ത്യ ഒരു ഗ്ലോബൽ പവറായിട്ട് വരികയാണ്, ഈ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം. അപ്പോൾ കൃത്യമാണ് സംഭവം. ഗാസ എന്ന് പറയുന്ന ഇനി അവിടെ പാലസ്തീൻകാരുണ്ടാവത്തില്ല. ഈ ഗാസ എന്ന് പറയുന്ന ഹമാസ് അവിടെ ഉണ്ടാകത്തില്ല, അമേരിക്ക ഏറ്റെടുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈജിപ്റ്റ് ആ സംഭവത്തിൽ 10 ലക്ഷം അക്സെപ്റ്റ് ചെയ്ത് മറ്റുള്ള അമേരിക്കയായിട്ട് കാരണം ഭയങ്കര നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുക. വാതിൽ തുറന്നു കൊടുക്കണം, ഈ പറയുന്ന ബന്ദികളുമായിട്ടുള്ള ഇഷ്യൂസ് ഇൻ ബിറ്റ്വീൻ അത് ഹോൾട്ടാകും, ഇസ്രായേൽ കയറി ബോംബ് ചെയ്യും, ഈ സാധനങ്ങൾ മുഴുവനും ഈജിപ്തിലോട്ടങ്ങ് കൂടി അങ്ങ് കയറും, എന്നിട്ട് അവരെ പാക്ക് ചെയ്ത് കുറച്ചിങ്ങോട്ട് കുറച്ചങ്ങോട്ട്, ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേരളത്തിലെ ചില പത്രങ്ങൾ ഞാൻ വായിച്ചു തമാശയായിപ്പോയി. അറബ് ലീഗ് എതിർക്കും, സൗദി എതിർക്കും, അവരെതിർക്കും, ഈ രാജ്യങ്ങൾക്കൊന്നും താല്പര്യമില്ല കേരളത്തിലെ വഹാബികളും സുഡാപ്പികളും പറയുന്ന രീതിയിൽ പോകാൻ. കാരണം ഈ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിക ടെററിസത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ച രാജ്യം. സൗദിയിലൊക്കെ എന്താ ഉണ്ടായത്? വെള്ളിയാഴ്ച ഈ അവരുടെ ഇസ്ലാമിൻ്റെ പുണ്യദിനങ്ങളിൽ അത് പള്ളിക്കകത്ത് വരെ ബോംബ് വെച്ച് അതിൻ്റെ ഒറിജിനേഷൻ എന്ന് പറഞ്ഞ ഇസ്ലാമിക തീവ്രവാദം. അതെവിടുന്ന് ശരിക്കും ഇസ്ലാമിക തീവ്രവാദം പൊട്ടിപ്പുറപ്പെടുന്ന ഇവിടുന്ന് ബേസിക്ക് നോക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ പാലസ്തീൻ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഭാഗമായിട്ടാണ് ISIS-ഉം ഈ സംഭവങ്ങൾ ഓരോന്നായിട്ടും അൽ-ഖൈദ സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ രാജ്യങ്ങൾ സഫർ ചെയ്യുക.
അവരുടെ സെക്യൂരിറ്റി ആണെങ്കിലും അവരുടെ നാഷണൽ സെക്യൂരിറ്റി ആണെങ്കിലും ഇഷ്യൂസ് ആണെങ്കിലും ഈ റീജിയൻ്റെ അകത്ത് പോലും ഫർദർ എസ്കലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അതിന് ഗാസയും ഹമാസും തീരണം. അതേപോലെ തന്നെ ഈ മറ്റുള്ള വെസ്റ്റ് ബാങ്കിലുള്ളവരെ അനക്സേഷനിൽ കൂടെ ഇസ്രായേലിനൊരു പവർഫുൾ ഡോമിനേഷൻ പവർ വരുവാണെങ്കിൽ മാത്രം ആ റീജിയൻ മുഴുവൻ അവർ കൺട്രോൾ ചെയ്യുവാണെങ്കിൽ അവിടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ. അതിലേറ്റവും വലിയ തെളിവാണ് സൂയസ് കനാൽ. ഈജിപ്തിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പുറത്ത് ഹൂത്തി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രോക്സി റാഡിക്കൽസാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. യമൻ്റെ കാര്യം നിങ്ങൾ കണ്ടു. അപ്പോൾ ഓരോ രാജ്യങ്ങളുടെ പ്രശ്നം ആ രാജ്യത്തിൻ്റെ പ്രാധാന്യമാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേരളത്തിൽ പറയുന്നത്, മീഡിയ പറയുന്നത്, സുഡാപ്പികൾ പറയുന്നത് അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പം ലോകത്തിൻ്റെ ആവശ്യം സമാധാനമാണ്. ഏറ്റവും കൂടുതൽ സമാധാനം കെടുത്തുന്ന ആരാ? ഈ മതവുമായിട്ട് ഈ മതതീവ്രവാദികളും വഹാബിസോ സലഫിസോ. അപ്പം അതിനെ അമർച്ച ചെയ്യണമെന്ന് തന്നെയാണ് അറബ് ലീഗിൻ്റെ ആവശ്യം. അതുകൊണ്ടാണ് അവർ പറഞ്ഞ് ഹമാസിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അവർക്ക് അവിടെ പവർ കൂടാ. അതോടുകൂടി സംഭവം കൃത്യം. ഗാസയിൽ ഇനി മറ്റവർ വേണ്ട. കാരണം ആ റോൾ അതാണ് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട യഥാർത്ഥ പോയിന്റ്. ഈ പോയിന്റിലോട്ടാണ് എല്ലാ അറബ് രാജ്യങ്ങളും പോകുന്നത്. ഈ മാറ്റത്തെക്കുറിച്ച് ആദ്യം ഞാൻ പറഞ്ഞു, അപ്പോൾ പലരും എതിർത്തു. ഇപ്പോൾ വളരെ കൃത്യമായിട്ട് വരുന്നു. ഈജിപ്തിനും കുഴപ്പമൊന്നുമില്ല, അറബ് ലീഗിനും കുഴപ്പമില്ല, അവിടുന്ന് ഹമാസൊക്കെ ഇപ്പോൾ ആരും എത്നിക് ക്ലീൻസിങ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. കാരണം പോകട്ടെന്ന് തന്നെ. കാരണം ഈ സാധനം നശിച്ചു പോകട്ടെ, എന്നാൽ മാത്രമേ അവിടെ സമാധാനം ഉണ്ടാവും. അതുമായിട്ട് തന്നെയാണ് ലോകം മുന്നോട്ട് പോകുന്നത്.